നമസ്കാരം പ്രിയമുള്ളവരെ. ഇത് ഈ വർഷത്തെ എൻ്റെ രണ്ടാമത്തെ ചീര കൃഷിയാണ്. ആദ്യത്തെ ശ്രമം മഴ കൊണ്ടുപോയി. കുറച്ച് വിളവെടുത്തു തുടങ്ങിയപ്പോഴേക്കും മഴ കാരണം ബാക്കി പുള്ളി വീണു പോയിരുന്നു. തുടക്കക്കാർക്ക് ആദ്യം കൃഷി ചെയ്തു തുടങ്ങാൻ പറ്റുന്നതും ആദ്യം വിളവെടുക്കാൻ പറ്റുന്നതുമായ ഒരു വിളയാണ് ചീര. ഒരു 30 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചീര വിളവെടുക്കാൻ പറ്റും, നന്നായി പരിപാലിച്ചാൽ. ചീര നടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല വെയിൽ കിട്ടുന്നിടമായിരിക്കണം. 2 നേരം നല്ലതുപോലെ നനയും വേണം. നന്നായി കിളച്ചിട്ട മണ്ണിൽ കുമ്മായമിട്ടൊരു 15 ദിവസം കഴിഞ്ഞാൽ ചാണകപ്പൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് നന്നായി ചിക്കി ഇളക്കണം. ശേഷം ചീരയരിയുടെ 3 ഇരട്ടി റവയോ അരിപ്പൊടിയോ ചേർത്ത് മിക്സ് ചെയ്ത് അരി പാകാം. ഇങ്ങനെ ചെയ്യുന്നത് ഉറുമ്പ് ശല്യം ഒഴിവാകാൻ സഹായിക്കും. ശേഷം നന്നായി നനയ്ക്കണം. 2 ദിവസം മൂടിയിട്ടതിന് ശേഷം വീണ്ടും നനച്ചു തുടങ്ങാം. ഒരാഴ്ച പ്രായമാകുമ്പോൾ മുതൽ ഗോമൂത്രം കിട്ടുമെങ്കിൽ അതിൽ പച്ചച്ചാണകം കലക്കി വെച്ച് തെളിച്ചെടുത്തതിൽ 6 ഇരട്ടി വെള്ളം ചേർത്ത് ദിവസേനയോ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലുമോ തളിച്ചു കൊടുക്കാം. ഞാൻ ചെയ്യുന്ന വളപ്രയോഗം ഇതാണ് കേട്ടോ. ഗോമൂത്രം കിട്ടാനില്ലാത്തവർക്ക് പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചൊഴിപ്പിച്ചു കൊടുക്കാം. ഇതിനിടയിൽ ഒരാളെ ഞാൻ കാണിച്ചില്ലേ, അതാണ് എൻ്റെ ചീരയുടെ അന്നദാതാവ് കേട്ടോ. നേരത്തെ നിന്നതിൽ നിന്നും നാളത്തെ കറിക്ക് വേണ്ടി കുറച്ച് മുറിച്ചെടുക്കുകയാണ്. ചീര വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ നട്ടിരിക്കുന്നത് വിളവെടുക്കാറാവുമ്പോഴേക്കും വരാം കേട്ടോ. ഇതുപോലെയുള്ള വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.